അല്ല നീ എങ്ങോട്ടേ നേരം മുടക്കത്തുനിന്ന്? അതിനിപ്പോ ദിവസം പറയണ. ഞാനിപ്പോ എന്റെ ആങ്ങളുടെ വീട്ടിലേക്ക് അല്ലാണ്ട് വേറെ അങ്ങോട്ട് പോകാനാ? അവിടെ കല്യാണം അല്ലേ? നിന്റെ ആങ്ങളുടെ മോളുടെ കല്യാണേ ഇനി 1 മാസമല്ലേ? നീ ഇപ്പൊ ഒരാഴ്ച ഉണ്ടല്ലോ വിട്ടു ഓടുന്നു. ഇനിയിപ്പോ കല്യാണം 1 മാസമല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ഇതാ അവർക്ക് ദിവസങ്ങളെത്തും. അവർക്ക് കത്ത് കൊടുക്കാൻ പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. പിന്നെ പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഒറ്റയ്ക്കാ. അവൾക്ക് പാർലറിൽ പോകാനും അതിനും ഇതിനും ഒരുങ്ങാനും ഒക്കെ ഉള്ളൂ. പിന്നെ സ്വർണത്തിന്റെ ഡിസൈനൊക്കെ നോക്കണം. അവൾ എന്നെയാണ് വിളിക്കുന്നത്. ഓ, നീ മാത്രമേ ഉള്ളൂ സ്വർണത്തിന്റെ ഡിസൈൻ നോക്കെ? നിന്റെ അനിയത്തില്ലേ, ചേച്ചിയില്ലേ? അവർക്ക് പോയിക്കോടെ? അനിയത്തിൻ ചേച്ചിക്ക് എന്നെ പോലെയാണോ? അവർക്ക് കുട്ടികളും കാര്യങ്ങളും തിരക്കൊക്കെ ഇല്ലേ സുധേട്ടാ? ഇതിപ്പോൾ എനിക്കൊന്നുമില്ല. പിള്ളേരുടെ പാട് നോക്കിപ്പോയി. പിന്നെ നിങ്ങളെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ തന്നെ വൈകുന്നേരം വരെ ഇരിക്കണോ? ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ജാനകി ഇവിടെ പണിക്ക് വരും. പിന്നെന്താ ഞാൻ പോയാ? നിനക്ക് ഏത് സമയം കൈ വയ്യ കാല് വയ്യ എന്ന് ജാനകിനെ പണിക്ക് വെച്ച് ഇപ്പൊ നിനക്ക് ഒരു അസുഖം കാണില്ലല്ലോ. മനുഷ്യ, നിങ്ങൾ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. നിങ്ങളെ 10-25 വർഷം ഗൾഫിൽ പോയി സുഖിച്ചങ്ങ് ഇരുന്നതല്ലേ? ഇവിടുത്തെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തി ഇതുവരെ ഞാനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട്. ബാങ്കിലേക്ക് പൈസ അയക്കും, അത് എടുക്കാൻ പോകണം, പിന്നെ പറമ്പിന്റെ കാര്യം നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം. പിള്ളേരാണെങ്കിലും കുരത്തം കേട്ട പിള്ളേരാ. അതൊക്കെ ഓരോ വഴിക്കായപ്പോൾ നിങ്ങൾ വന്നത്. അതുവരെ നോക്കി നടത്തൊക്കെ അത് കാരണം കാലുവേദനയും കൈവേദനയും ഒക്കെ വന്നത്. ഗൾഫിൽ പോയി സുഖിച്ചിരിക്കാൻ പോയതാണ് ഞാൻ. അറബിന്റെ ആട്ടും തുപ്പും കാട്ടി പണിയെടുത്തുകൊണ്ടാ നിനക്കിവിടെ സുഖിക്കാൻ പറ്റി. അതിനെ നിങ്ങൾ അറവിന്റെ ആട്ടും തുപ്പും കാട്ടിൽ എന്ത് പോയി? മാസം കൈ നിറയെ എണ്ണി ഞങ്ങൾ ശമ്പളം തരുമല്ലേ? എന്റെ സ്ഥിതി അതാണോ? നിങ്ങളുടെ അമ്മ എന്നെ എത്ര ആട്ടും തുപ്പും ചെയ്തിരിക്കുന്നത്? എന്തുമാത്രം വഴക്കാ പറയുന്നത്? കുടിക്കണ കഞ്ചിങ്ങനെ സ്വൈര്യം തന്നിട്ടില്ല. എന്നിട്ട് ഞാനിവിടെ ഇരുന്നില്ലേ? എനിക്ക് വല്ല ശമ്പളം ഉണ്ടോ? പിന്നെ കൈവേദനയും കാലുവേദനയ്ക്ക് അങ്ങനെ വന്നതാ. ഇപ്പൊ നിങ്ങളുടെ അനിയന്റെ വീട്ടിൽ നിങ്ങളുടെ അമ്മ പോയപ്പോഴല്ലേ ഞാനൊരുത്തരും മനസ്സമാധാനിച്ചിരിക്കുന്നത്. മതി, നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. നീ പോകാനാണെങ്കിൽ പോകാനൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? സമയം ഒരുപാടായി. അത് ഞാൻ എന്തിനു കഴിക്കാനുണ്ടാക്കണം? ഇപ്പൊ ജാനകി വരില്ലേ? അവള് വേണ്ടിട്ട് നിങ്ങൾ ദോശയോ ഇഡ്ഡലിയോ എന്താ വേണ്ട ഉണ്ടാക്കി കഴിക്കും. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുക. ഞാൻ 3 മണിയോ 4 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചെത്താം. എന്താ ചെയ്യാ, സഹിക്കല്ലാണ്ട്. സമയം ഒരുപാട് വൈകി തോന്നുന്നു. ചേച്ചി ചേച്ചിയൊന്നും ഇല്ല അവിടെ. അവിടെ ആങ്ങളുടെ അടുത്ത് പോയി. നീ വല്ല കഴിക്കാനുണ്ടാക്കി ബെസ്റ്റാണ്. ഞാൻ 5 മിനിറ്റ് വൈകിയില്ല ഏട്ടാ. ഇന്ന് മൂപ്പർക്ക് പണിയില്ല. ചായയും ചോറും ചമ്മന്തിയും ചട്നിയും പോലെ എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്ന്. ഇത്തിരി എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ സ്വൈര്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ തരില്ല. നമ്മുടെ കഷ്ടപ്പെടുന്ന മൂപ്പർ അറിയില്ലേ? വല്ലാത്തൊരു മനുഷ്യൻ. ഞാനൊന്നും പറഞ്ഞ കാര്യമില്ലല്ലോ. ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. ചട്നി ഉണ്ടാക്കി. ചേച്ചി ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട പോയിരിക്കുന്ന. ചൂടാറട്ടെ. ഏട്ടാ എപ്പ എടുക്കാം? കഴിഞ്ഞു. കല്യാണം ചൂടാവുന്നില്ല. സമയം 10. ഞാനീ ഉള്ളത് മതിയിട്ടാ കഴിക്കാനെടുത്തോ? ഏട്ടാ വന്ന് കഴിച്ചോളെ. ഞാനീ ചന്തയിൽ എങ്ങനെയാ പഴയവര് കള്ളുകൂടിയൊക്കെ ഉണ്ടോ? വീട്ടിലൊന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കോ? കള്ളുകൂടിയൊക്കെ കുറച്ച് കുറവുണ്ട് ഏട്ടാ. എന്തായാലും കുടിക്കുന്ന ആൾക്കാരല്ല, അവർ കുടിക്കാതിരിക്കില്ലല്ലോ. പിന്നെ ഇപ്പോൾ മോളെ കല്യാണം കഴിഞ്ഞ് മരുമാനൊക്കെ വരുന്ന സമയത്ത് ഈ കള്ളും കുടിച്ച് വീട്ടിലൂടെ പഴയ വഴക്കുണ്ടാക്കലിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെയൊക്കെ ആയ സമയത്ത് മരുമോനും ചേർത്ത് പറഞ്ഞു, മോനും ചേർത്ത് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മൂപ്പർക്ക് അന്ന് സുഖമില്ലാണ്ട്.
അപ്പോൾ ഡോക്ടർക്ക് പിന്നെ കള്ളു കുടിക്കുന്ന കാര്യമൊന്നും പറയാം. ഞാനും മൂപ്പനെ കാണാണ്ട് പറഞ്ഞതാ കള്ളു കുടിക്കുന്നുണ്ട്, ഒന്ന് പേടിപ്പെടുത്തി വിടണേന്നുള്ളത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് കള്ളു കുടിച്ചുകൊണ്ട് വലിയ അസുഖത്തിൽ പിടിപെട്ട് കള്ളു കുടിക്കരുത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടപ്പോൾ ഇത്തിരി മാറ്റമുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ കറി എന്തായിട്ട് ഉണ്ടാക്കേണ്ടത്? പിന്നെ ഫ്രിഡ്ജിൽ അയില ഇരിക്കണോ മത്തി ഇരിക്കണോ? ഏത് മീനാണ് ഉണ്ടാക്കേണ്ടത്? അയില വേണ്ട, ഞാൻ കുറച്ച് മത്തി എടുത്ത് കറി വെച്ചോ. പിന്നെ കയ്പുണ്ട്, അതുകൊണ്ട് ഉപ്പേരി വെച്ചോ. അയിലക്കാൽ നല്ലത് മത്തി തന്നെയാണ്. പിന്നെ ചേച്ചി വരാൻ വൈകുമോ? ഇല്ല, അവിടെ ഒരു 3-3:30 എത്തും. പിന്നെ അവിടെ കല്യാണത്തിന് തിരക്കല്ലേ. ആ, എന്നെയും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി. പിന്നെ ഒരാഴ്ച അവിടെ പോയി സഹായിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. നിങ്ങളെല്ലാവരും അവിടെയാണെങ്കിൽ പിന്നെ ഇവിടെ എനിക്ക് പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ സഹായിച്ചേട്ടൻ അങ്ങോട്ടേക്ക് വരാം. അതല്ല ഞാൻ ചോദിച്ചത് കേട്ടോ, എനിക്കൊന്നൊരു 2000 റുപ്യ വേണമായിരുന്നു. ചേച്ചി വന്നത് വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടെ. ഇല്ല, 3 മണിയാണെങ്കിൽ എത്തും. എത്തിയില്ലെങ്കിലേ അപ്പം എന്തും ചെയ്യാം. അത് മോളെ ഭർത്താവിൻ്റെ അനിയൻ്റെ പുരയക്കൂടലുണ്ട്, അങ്ങനെ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. അവിടെ 2000 റുപ്യ കൊടുക്കണം. ഇപ്പോൾ ഒരു അച്ഛനോ മോനെ പണിയെടുത്തിട്ട് കൊണ്ട് തന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാണം കെടുന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലും മുപ്പർക്ക് ഒരു പണി കിട്ടുക 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ, അതുവിന് കുടുംബത്തിൽ തന്നില്ലെങ്കില്ല. ചെക്കനാണെങ്കിലോ അതുവിന് വിശ്വസിക്കാതിരിക്കണം അതിന് നല്ലത്. അച്ഛന് കള്ളു കുടിക്കേണ്ട എടുക്കണ്ടെന്നൊക്കെ പറയും, അവനാണ് കിട്ടുന്ന പൈസക്ക് മുഴുവനും കള്ളു കുടിക്കാൻ. അപ്പം നീ ഒറ്റയ്ക്കാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് പോട്ടെ, നീ പോകുമ്പോഴേക്ക് അവിടെ വന്നിട്ടില്ലേ പൈസ ഞാൻ തരാം കേട്ടോ. ഇതും കൂടി ഞാൻ 3 വീട്ടിൽ പണിയെടുക്കുന്നുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ 1000 അങ്ങ് വാങ്ങി. പിന്നെ രാവിലെ നേരത്തെ ഗിരിജേട്ടൻ്റെ വീട്ടിൽ അടിച്ചു തുടച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇനി ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് 5-5:30 ആകുമ്പോൾ രാകേഷിൻ്റെ വീട്ടിൽ പോകണം. അവിടെ പാത്രങ്ങളൊക്കെ കഴുകി വൈകുന്നേരം അവിടെയൊക്കെ അടിച്ചു തുടയ്ക്കുന്നത്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകണമെങ്കിൽ. 7-7:30 ആകുമ്പം രാവിലെ ഇറങ്ങി വൈകുന്നേരം വീടെത്തുമ്പോൾ. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വിഷമങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നത്. മത്തി എടുത്തെന്ന് മുറിക്കട്ടെ. ഇതെന്താ ചേച്ചി വളയൊഴിച്ച് ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചിരിക്കുന്നത്? അമ്മോ, ഞാൻ കണ്ടപ്പോൾ ശരി എവിടെയെങ്കിലും പോയതാണെങ്കിലോ. ഏട്ടാ, എന്താ ഞാനീ ഏട്ടാ ചേച്ചി വളയൊഴിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചിട്ട് പോയിരിക്കുന്നു. എന്താ ഞാൻ കണ്ടപ്പോൾ ശരി. വേറെ പേപ്പർ ഉണ്ട് അതിൻ്റെ മേലെ, പേപ്പർ പറഞ്ഞിട്ട് വലിച്ചിട്ട് ഞാൻ അവിടെ എവിടെ ഇട്ടതാണെങ്കിലോ. അല്ലെങ്കിൽ അവളിങ്ങനെ തന്നെ അവിടുത്തെ കിട്ടിയുള്ളൂ. ആ ഏട്ടനത് എടുത്തു വെക്കണേ, മറന്ന് എവിടെയെങ്കിലും ഇടണ്ട. ഏട്ടനെ കാണില്ലല്ലോ, ഇതൊന്നുമില്ല, മേലെയായിരിക്കും. ഏട്ടാ, ഞാൻ എന്നാ പോകട്ടെ, ചേച്ചിനെ കാണുന്നില്ലല്ലോ. സമയം 4-4:30 ആയി തോന്നുന്നു. നീ വെക്കുന്ന എനിക്ക് പൈസ വേണ്ടേ? ശരി ഏട്ടാ, എന്നാൽ ചേച്ചി വന്ന് പറയണേ, ഞാൻ പോകട്ടെ, നാളെ നേരത്തെ വരാം. ഏട്ടാ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഏട്ടമ്മേ, ഏട്ടാ, വല്യേട്ടാ, ഇവരൊക്കെ എവിടെ പോയി? ഏട്ടാ, ബിന്ദു സൗണ്ടാണല്ലോ. ബിന്ദു, ഞാനെവിടെയാ? നീ ഇങ്ങോട്ട് വാ. ആ, വാതിലൊക്കെ തുറന്നിട്ടേ മേലെ പോയി കിടക്കാ. ആ ഏട്ടാ, ഏട്ടത്തമ്മില്ല ഇവിടെ? അവളുടെ ആങ്ങളുടെ മോളുടെ കല്യാണമല്ലേ, രാവിലെ പോയതാ. വരുന്നുണ്ടോ? ആ, കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, പോകണം. പിന്നെ അമ്മയ്ക്ക് എന്താ ചെറിയതായിട്ട് പനിക്ക് എന്താ ചെയ്യണം? ഞാൻ ചെറിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അമ്മനെ കാണാൻ. ഏട്ടനെ ഒന്ന് പോകാൻ പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്ത് പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ പൈസ ഇല്ല തോന്നുന്നു. പൈസ കയറ്റിയപ്പോ പൈസ കയറ്റിയായിരുന്നോ? വേണ്ട ഏട്ടാ, പൈസ ഞാൻ കയറ്റിക്കൊള്ളാം. അമ്മയ്ക്ക് എന്താ പറഞ്ഞു, പനിയാന്നോ? അമ്മയ്ക്ക് ചെറുതായിട്ട് പനിക്കുന്നു. അമ്മ പറഞ്ഞു ഏട്ടൻ 2 ദിവസം പിന്നെ വന്നിട്ട് പോയതാന്നുള്ളത്. പിന്നെ അതൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെ രഘുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ടേ ടൂറ് പോകുക എന്നുള്ളത്. എന്തായാലും മക്കൾക്ക് സ്കൂളൊക്കെ പൂട്ടിയതല്ലേ, എല്ലാവരും കൂടി പോകുക ഏട്ടാ, കുറച്ച് വലിയ വണ്ടിയൊക്കെ പിടിച്ചിട്ട്. ടൂറ് പോകാനോ?
എപ്പോഴും തീരുമാനിച്ചു? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, വെള്ളിയാഴ്ച പോയാലോ? നോക്കട്ടെ. ഏട്ടൻ താഴേക്ക് വാ. ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരും, ആ പോകാതിരുന്ന ദേഷ്യം വരും. ചെയ്യണം. നല്ല മാമ്പഴം കേട്ടോ, നല്ല ടേസ്റ്റ്. എന്നിട്ടേ പൈസയെ കുറിച്ച് പേടിക്കണ്ട കേട്ടോ, അത് ഞാൻ എടുത്തോളാം. പൈസ എന്ത് നീ എടുക്കുന്നു? അതൊക്കെ ഞാൻ എടുത്തോളാം. എല്ലാം റെഡി ആയിക്കളി, നമുക്ക് പോവാം. എന്നാൽ ശരി, ഞാൻ പോകട്ടെ ഏട്ടാ. എന്നാൽ പിന്നെ വണ്ടിയൊക്കെ റെഡിയാക്കാം അല്ലേ? ഏട്ടത്തി വന്ന് പറയണേ. ചായ എന്തിനു കുടിച്ച് വെക്കോടെ? ചായ ഒന്നും വേണ്ട. ആ, നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയിരിക്കുക. അവിടെ കുറേ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നേ. ഞാൻ 3 മണി 3:30 ആകുമ്പോഴത്തേന് വരാൻ നിന്നതാ, പറ്റില്ല. പിന്നെ ഓരോ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ആ കാര്യം വിട്ടേക്ക്. ബിന്ദു പോന്നിട്ടായിരുന്നു ടൂർ പോകാൻ വേണ്ടി, വെള്ളിയാഴ്ച പോകാൻ വേണ്ടി. ടൂറ് പോകാനോ? അത് ഈ കല്യാണ തിരക്കിൽ കൂടെയോ? പിന്നെ അവൾക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. എനിക്കൊന്നും പറ്റില്ല വെള്ളിയാഴ്ച വരെ. അവിടെ പണിക്കാരും തിരക്കും ഓരോ കാര്യങ്ങളാണ്. എനിക്കെന്തായാലും അങ്ങോട്ട് പോയേ പറ്റൂ. നിങ്ങളും പോകണ്ട, അവർ പോകണം, പോയിക്കോട്ടെ. ഞാൻ പോട്ടെ, നീ തീരുമാനിക്കുക. എനിക്ക് പറ്റി നീ വരില്ല, ഞങ്ങൾ വെക്കോളാം. എന്നിട്ട് വേണം നിങ്ങളുടെ കയ്യിൽ പൈസ മുഴുവൻ ചെലവാക്കണമെങ്കിൽ. ബിന്ദു അല്ലേ ആള്, 5 പൈസ കിടക്കില്ല അവിടെ. അങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഗൾഫിൽ നിന്ന്. അപ്പൊ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പൈസ വിടുക. നല്ല സാധനം. എനിക്കറിയില്ല അവളെ കുറിച്ച്. എന്നാ പിന്നെ ഞാൻ വരാം. എന്തായാലും വെള്ളിയാഴ്ചയല്ലേ, അപ്പോഴും കല്യാണം ഒന്നും ആയിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ വെച്ചിട്ട് പോയ ഓർമ്മയാണല്ലോ എനിക്കുള്ളത്. എവിടെ വെച്ചോ? അലമാരി തന്നെ വെച്ചോ? ഞാൻ വളി എവിടെ വെച്ചിട്ട് പോയി? പിന്നെ ഈശ്വര, ജാനകിയല്ലേ ഇവിടെ വന്നത്? ജാനകി എന്തായാലും എടുക്കില്ല. ബിന്ദു എടുത്തിട്ടുണ്ടാവുമോ? അവള് ചെയ്യും. അവള് കുറച്ച് കള്ളത്തരമുള്ളവളാ. എനിക്ക് പണ്ടേ അവളുടെ വിശ്വാസമില്ല. ഇപ്പോൾ എനിക്ക് എവിടെ പോയി തിരയാ? അവളങ്ങനെ എടുത്തിട്ട് പോകുമോ? അവളെടുത്തിട്ടുണ്ടാവും. ഈ അലമാരും കൂടെ ഒന്ന് നോക്കട്ടെ. പിന്നെ വള എവിടെ തിരണ്ടും കാണുന്നില്ല. ഞാൻ ഒരു വള എനിക്ക് ഇടാൻ ഓർമ്മയില്ല. അവിടെ വെച്ചിട്ട് പോയതാ. എനിക്ക് വെച്ചിട്ട് പിന്നെ എന്താ പറയുക, ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചിട്ട് പോയ ഓർമ്മയാണ് എനിക്കുള്ളത്. ഞാൻ അവിടെ നോക്കി കാണുന്നില്ല. അലമാരിലും വെച്ചും കാണുന്നില്ല. അലമാര ഞാൻ വെച്ചിട്ടില്ല, ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചത്. ഞാൻ ഇടാൻ വേണ്ടി എടുത്തതാ. വെള്ളം കുടിച്ചും കൂടെ അവിടെ വെച്ചിട്ട് പോയി. എനിക്ക് ഇടാൻ ഓർമ്മയില്ലാണ്ട് ബിന്ദു എടുത്തിട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. ബിന്ദു അത് ചെയ്യും, ഉറപ്പാ. ഓ, അത് ശരി. ബിന്ദു മാത്രമേ ജാനി വന്നല്ലേ? ജാനകിന് എനിക്ക് കുറേ വർഷമായി അറിയുന്നു. ജാനകി അങ്ങനെ ചെയ്യില്ല. ജാനകി അവിടെ എവിടെയെങ്കിലും ഞാൻ പൈസ ഇടം വെച്ചിട്ട് എല്ലാം എടുത്തു തരുന്ന പതിവ് അവൾക്കുള്ളത്. ജാനകി എടുക്കില്ല. ബിന്ദു തന്നെ. നിങ്ങളിപ്പോൾ അവളെ വിളിച്ച് ചോദിക്കും. നീ എങ്ങനെ അറിയും? ബിന്ദു നീ കണ്ട ഫ്രിഡ്ജിന് മേലെ മട വെച്ചിട്ട് ജാനും എടുത്ത് നീ കൊടുത്തില്ല. ഇത് ബിന്ദുവിന് പറയാം. അവളുടെ കുടുംബക്കാർക്ക് ഇഷ്ടമായി കൊടുക്കാം. പക്ഷെ എൻ്റെ കുടുംബക്കാർ ആര് വന്നാലും അവർക്ക് സംശയമാണ്. ആ വള കൊണ്ട് അലമാരി വെക്കി. എനിക്ക് സംശയമൊന്നുമില്ല. വളയും കാണുന്നില്ല. പിന്നെ ബിന്ദുവും വന്നിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിന് പൈസ മാത്രം മതി. ഭർത്താവിന് കുടുംബക്കാരൻ ഒരാളിനെയും കണ്ടുകൂടാ.